നാട്ടിൽ പുതിയൊരു ബിസിനസ് ഐഡിയ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ഒരു ചിലവുമില്ല, ഇൻ്റർവ്യൂവിനും പോകണ്ട, നിങ്ങൾക്ക് രാവിലെ ഓഫീസിലും പോകണ്ട, ഒന്നും പോകണ്ട. ഒരു ഇൻ്റർനെറ്റും കുറച്ച് ഒരു നല്ലൊരു മൊബൈലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വരിക, എന്താണോ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വർഗീയതയും കുറച്ച് നാട്ടുകാർ തമ്മിൽ അടി കൂടണം. അപ്പോൾ അതിന് എന്താണോ കുത്തിക്കയറ്റാൻ പറ്റുന്നത് അത് കുത്തിക്കയറ്റുക. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഒരു സംഭവമാണ് ലോകൻ്റെ ഏതോ ഒരു തെണ്ടി റിവെഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെണ്ടി ഇട്ട ഒരു പോസ്റ്റാണ്. ഹിന്ദുക്കളെ അപമാനിക്കുന്ന സിനിമയാണ് ലോക, ഇതിലെ നായികത ദൈവത്തിനെ അപമാനിച്ചു, വില്ലൻ ഒരു ഹിന്ദു ആണ്, ഇത് ആൻറ്റി ഹിന്ദു പ്രൊപ്പഗൻഡയാണ് എന്ന് പറഞ്ഞിട്ട് ഇട്ട പോസ്റ്റാണ്. ഇതിൻ്റെ ഇതൊക്കെ നോക്കിക്കോ, എത്ര മില്യൺ വ്യൂസാണ്, ഇതിൻ്റെ എത്ര റീപോസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എത്ര ലൈക്സ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. ഇനി ഇതെങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇത് കണ്ടില്ല, ഡയറക്ടറിൻ്റെ മതം, പ്രൊഡ്യൂസറിൻ്റെ മതമൊക്കെ നോക്കുക. ഇതൊക്കെ അവരുടെ അജണ്ടയാണെന്ന് പറയാം. അത് കണ്ട, ഈ ബ്ലൂടിക്ക് ഉള്ളവൻ എല്ലാത്തിലും, ഈ ബ്ലൂടിക്ക് ഇവനെ മെയിനായിട്ട് എടുക്കുന്നത് തന്നെ ഈ മോണിറ്റൈസേഷൻ കിട്ടാനാണ്. ഈ ബ്ലൂടിക്കുള്ള ഇങ്ങനെ അനോണിമസ് ആയിട്ട് ഇവൻ്റെ പേര് പോലും ഇട്ടിട്ടില്ല, റിവെഞ്ച് മോഡ് എന്നൊക്കെ ഇട്ടിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തിനാണ് ബ്ലൂടിക്ക് എടുക്കുന്നത്? ഇത് ഞാനാന്ന് വെരിഫൈ ചെയ്യാനല്ലോ. ഈ അനോണിമസുകാരൊക്കെ എന്തിനാണ് ഈ ബ്ലൂടിക്ക് എടുക്കുന്നത്? അത് ഈ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ അവന് ഈ പൈസ കിട്ടുള്ളൂ. അപ്പോൾ അവൻ ഈ ഓരോന്നിലും വന്ന് റിപ്ലൈ ചെയ്തിരിക്കുകയുണ്ട്. എല്ലാ കമൻറ്റിലും റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ റിപ്ലൈക്ക് വീണ്ടും റിപ്ലൈ. അത് ഈ ഓരോ റിപ്ലൈയും അവന് എൻഗേജ്മെൻറ്റ് കൂടുകയാണ്. അങ്ങനെയാണ് ഇവന് ഇത്രയും പൈസ എത്രയും റിപ്ലൈ കിട്ടുന്നോ അത്രയും പൈസ അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇലോൺ മസ്ക് എക്സിൽ കൊടുക്കുന്ന ഈ പൈസ. ഇതേപോലെ നമ്മുടെ സുക്കറണ്ണൻ ഫേസ്ബുക്കിലും കൊടുക്കുന്നുണ്ട്. ഈ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്നും എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. ഇവനിപ്പോൾ വർഗീയതയാണ് ഇവൻ്റെ ഒരു നീഷ് സബ്ജക്റ്റ്. നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് നിങ്ങളുടെയൊക്കെ താല്പര്യം, അതുപോലെ നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി വേറെ എന്ത് വേണമെങ്കിലും പറയാം. അതിപ്പോൾ മെസ്സി, റൊണാൾഡോ ആയിക്കോട്ടെ, മോഹൻലാൽ, മമ്മൂട്ടി ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഇത് എടുക്കാം. അത് എടുക്കുക, നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കുക, പൈസ വാങ്ങിക്കുക.